ഹായ് എവരി വൺ, എല്ലാവർക്കും മഞ്ജൂസ് മാത്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ LDCക്ക് ആവശ്യമായ കുറച്ച് PYQs, മാത്സിൽ കുറച്ച് PYQs ആണ് നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. PSC ഈ വർഷം 2024 ചോദിച്ച കുറച്ച് മാത്സ് പ്രോബ്ലംസ് ആണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് മാക്സിമം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 64 all raised to -2/3 into 8 raised to 2/3 into 27 raised to 1/3 into 36 all raised to -1/2. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ തന്നിട്ടുള്ള ഈ ഒരു എക്സ്പ്രഷൻ്റെ വാല്യൂ നമുക്ക് കണ്ടെത്തണം. അതിന് വേണ്ടിയിട്ട് ഈ ഓരോ നമ്പേഴ്സും 64 എന്ന് തന്നിട്ടുണ്ട്, 8, 27, 36 ഇതിനെ മാക്സിമം നമുക്ക് ഫാക്ടറൈസ് ചെയ്തിട്ട് മാക്സിമം നമുക്ക് ചെറുതാക്കി എഴുതാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ 64നെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? 64നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ആദ്യം 2-ൽ നോക്കുന്നു. 2-ൽ നോക്കുമ്പോൾ 3, 2, 32 എന്ന് കിട്ടും. വീണ്ടും 2-ൽ പോകുമല്ലോ, 16 എന്ന് കിട്ടും. വീണ്ടും 2-ൽ പോവും, 8 എന്ന് കിട്ടും. വീണ്ടും 2-ൽ പോവും, 4 എന്ന് കിട്ടും. വീണ്ടും 2-ൽ പോവും, 2 എന്ന് കിട്ടും. അപ്പോൾ ഈ 64നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2 raised to എത്ര 2 ഉണ്ട് ഇവിടെ? 1, 2, 3, 4, 5, 6. അപ്പോൾ 2 raised to 6 എന്ന് നമ്മൾ എഴുതി. അപ്പോൾ 64നെ നമ്മൾ എന്തായിട്ട് എഴുതി? 2 raised to 6 എന്ന ഫോമിലേക്ക് എഴുതി. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നെക്സ്റ്റ് സംഖ്യ നോക്കാം. നെക്സ്റ്റ് സംഖ്യ 8 ആണ്. 8നെ നമുക്കറിയാം 2 ക്യൂബ് എന്നത് 8 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 8നെ 2 ക്യൂബ് എന്ന് എഴുതാം. നെക്സ്റ്റ് നമുക്ക് 27 ആണ്. 27 നമുക്കറിയാം, അതായത് 27നെ നമുക്ക് 3 ക്യൂബ് എന്ന് എഴുതാൻ പറ്റും അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മളത് ഇവിടെ കാണുന്നില്ല, നമുക്കറിയാം. ഇനി നെക്സ്റ്റ് ടേം വരുന്നത് 36 ആണ്. അപ്പോൾ 36നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും നോക്കാം. 36നെ നമുക്ക് ആദ്യം 2-ൽ പോകുമ്പോൾ ഇതേപോലെ 18 എന്ന് കിട്ടും. വീണ്ടും 2-ൽ പോകുമ്പോൾ 9 എന്ന് കിട്ടും. പിന്നെ 2-ൽ പോവില്ല, 3-ലാണ് പോകുന്നത്. അപ്പോൾ 3-ൽ പോകുമ്പോൾ 3 എന്ന് കിട്ടും. അപ്പോൾ ഈ 36നെ നമുക്ക് എങ്ങനെ എഴുതാം? 36 is equal to 2ൻ്റെ പവറിൽ എത്രയാണ്? എത്ര 2 വന്നിട്ടുണ്ട്? 2 2 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ 2ൻ്റെ പവറിൽ 2 എന്ന് എഴുതാൻ പറ്റും. ഇൻറ്റു 3, 3ൻ്റെ പവറിൽ എത്ര 3 വന്നിട്ടുണ്ട്? 2 3 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ 3 സ്ക്വയർ. അപ്പോൾ 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ എന്ന് നമുക്ക് 36ന് എഴുതാൻ പറ്റും. അപ്പോൾ ഈ എല്ലാ വാല്യൂസും നമ്മൾ ഈ ഒരു തന്നിട്ടുള്ള എക്സ്പ്രഷനിലോട്ട് നമ്മൾ എടുത്തെഴുതുവാണ്. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് 64 ആണ്. 64നെ നമ്മൾ എങ്ങനെ എഴുതി? 2 raised to 6 എന്ന് എഴുതി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2 raised to 6 all raised to ഇതിൻ്റെ പവർ -2/3 അല്ലേ? ആ പവർ അതേപോലെ എടുത്ത് എഴുതി. ഇൻറ്റു 8നെ നമുക്ക് 2 ക്യൂബ് എന്ന് എഴുതാം. അതിൻ്റെ പവറിൽ എത്രയാണ്? 2/3 ആണ്. ഇൻറ്റു 27നെ നമുക്ക് 3 ക്യൂബ് എന്ന് എഴുതാം. അതിൻ്റെ പവറിൽ എത്രയാണ്? 1/3 ആണ്. പിന്നെ 36നെ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മളിപ്പോൾ കണ്ടു 36നെ 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ എന്ന് എഴുതാം. ആ പവർ അതേപോലെ എടുത്തെഴുതുവാണ്. ഓൾ റേസ് ടു -1/2 -1/2. ഓക്കെ, അപ്പോൾ നമ്മളിതിനെ ഒന്ന് ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം a raised to m all raised to n എന്ന് പറയുന്നത് a raised to mn ആണെന്നറിയാം. അപ്പോൾ ഈ ഒരു വാല്യൂ നമ്മൾ ഇതിലെല്ലാത്തിലും ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും നോക്കാം. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ എന്തായിട്ട് മാറും? 2 raised to എന്തായിരിക്കും? 6 ഇൻറ്റു -2/3 എന്ന് കിട്ടും. ഇൻറ്റു 2 raised to 3 ഇൻറ്റു 2/3 എന്ന് കിട്ടും. ഇൻറ്റു 3 raised to 3 ഇൻറ്റു 1/3 എന്ന് കിട്ടും. ഇൻറ്റു
2² ഈ 2² × 3² എന്നാണല്ലോ. അപ്പോൾ അതിനെ നമ്മൾ ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാണ്. 2² ഓൾ റേസ് ടു പവർ എത്രയാണ്? -1/2 ഇൻറ്റു 3² ഇൻറ്റു -1/2. അപ്പോൾ ഇതിൽ ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ക്യാൻസൽ ചെയ്യാണ്. ഈ 6ൽ 3 2 തവണ പോവും. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ എന്തായിട്ട് മാറും? 2 എന്തായി? ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അപ്പോൾ -4 ഇൻറ്റു ഇവിടെ 3യും 3യും ക്യാൻസൽ ആവും പവറിൽ. 2² ഇൻറ്റു ഇവിടെ 3യും 3യും ക്യാൻസൽ ആവും. അപ്പോൾ 3 എന്ന് കിട്ടും. ഇവിടെ 2വും 2വും ക്യാൻസൽ ആവും. 2⁻1 എന്ന് കിട്ടും. ഇൻറ്റു ഇവിടെ 2വും 2വും ക്യാൻസൽ ആവും. 3⁻1 എന്ന് കിട്ടും. അപ്പോൾ ഫൈനൽ ആൻസർ എന്തായിരിക്കും? 2⁻4 എന്ന് പറയുന്നത് പവറിൽ മൈനസ് ആയതുകൊണ്ട് അത് ഡിവൈഡഡ് ബൈ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ 1/2⁴ ഇൻറ്റു 2² ഇൻറ്റു 3 ഇൻറ്റു 2⁻1 പവറിലാണ്. അപ്പോൾ 1/2 എന്ന് എഴുതാൻ പറ്റും. ഇൻറ്റു 3⁻1 എന്ന് പറയുന്നത് 1/3 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിൽ ക്യാൻസൽ ചെയ്യുമ്പോൾ 2⁴ 2⁻2 ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 2⁻2 എന്ന് കിട്ടും. പിന്നെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യാനായിട്ട് ഈ 3യും ഉണ്ട്, ഈ 3യും ഉണ്ട് അല്ലേ. അപ്പോൾ 1/2² ഇൻറ്റു 1/2 എന്ന് കിട്ടും. ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? 1/2⁵ എന്ന് കിട്ടും. അഥവാ 1/2³ എന്ന് കിട്ടും. 2³ നമുക്കറിയാം എത്രയാണ്? 8 ആണ്. അപ്പോൾ 1/8 എന്ന ആൻസർ കിട്ടും. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. തന്നിരിക്കുന്ന എക്സ്പ്രഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് അതിനെ ഫാക്ടറൈസ് ചെയ്തിട്ട് മാക്സിമം അതിനെ ചുരുക്കി എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതേ മോഡലിലുള്ള വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് കാണാം. എങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പം ചെയ്ത അതേ മെത്തേഡിൽ തന്നെയാണ് നമ്മളിവിടെ ഇത് ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത്. 32⁻1/5 -27⁻2/3 ഇതിൻ്റെ വാല്യൂ ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ചെയ്ത അതേ മെത്തേഡ് വെച്ചിട്ട് തന്നെ ചെയ്യുകയാണ്. 32 നമുക്ക് ഫാക്ടറൈസ് ചെയ്തിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? 2ൽ 16 ടൈംസ്, 2ൽ 8 ടൈംസ്, 2ൽ 4, വീണ്ടും 2ൽ 2. അപ്പോൾ നമുക്ക് 32നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2 എത്ര 2 വന്നു? 1 2 3 4 5 2⁵ എന്ന് എഴുതാൻ പറ്റും. 27ന് നമുക്കറിയാം 3³ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ആ ഒരു വാല്യൂസ് നമ്മൾ ഈ ഒരു തന്നിരിക്കുന്ന എക്സ്പ്രഷനിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 32നെ 2⁵ എന്നല്ലേ കിട്ടിയത്? ഓൾ റേസ് ടു ആ പവർ അങ്ങനെ തന്നെ എടുത്തെഴുതി 1/5 -1/5 മൈനസ് 27നെ നമുക്ക് 3³ എന്ന് എഴുതാം. ഓൾ റേസ് ടു ആ പവർ അതേപോലെ എടുത്തെഴുതുന്നു -2/3. ഓക്കെ, ഇസ് ഈക്വൽ ടു ഇവിടെ നമ്മൾ a⁻m ഓൾ റേസ് ടു n എന്ന് പറയുന്നത് a⁻m എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യം നമ്മളിവിടെ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ 2⁵ ഇൻറ്റു -1/5 എന്ന് കിട്ടും. -3⁵ ഇൻറ്റു -2/3 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ക്യാൻസൽ ചെയ്യാനുള്ളൂ 5ഉം 5ഉം ക്യാൻസൽ ചെയ്തു, 3യും 3യും ക്യാൻസൽ ചെയ്തു. ഇസ് ഈക്വൽ ടു 2⁻1 -3⁻2 എന്ന് കിട്ടും. അപ്പോൾ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 2⁻1 പവറിൽ മൈനസ് വന്നുകൊണ്ട് അത് എന്തായിട്ട് മാറും? 1/ എന്ന് പറയുന്ന ആ ഒരു ഫോമിലോട്ടാവും. അപ്പോൾ 1/2 എന്ന് വരും. -3⁻2 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 1/3² എന്ന് വരും. ഇസ് ഈക്വൽ ടു 1/2 -1/9. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയും ചെയ്യണം. അപ്പോൾ 1 × 9 9 മൈനസ് പിന്നെ 2 × 1 2 ഓൾ ഡിവൈഡഡ് ബൈ ഇത് രണ്ടും പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുക. 9 × 2 18 ഇസ് ഈക്വൽ ടു 9ൽ നിന്ന് 2 പോയാൽ 7 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 18 എന്ന് കിട്ടും. അപ്പോൾ 7
18 ആണ് ആൻസർ. അപ്പോൾ അത് ഏതിലാണ്? ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക. ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. PSC ഈ വർഷം കുറച്ച് എക്സാമുകളിലൊക്കെ ചോദിച്ചതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് മാക്സിമം പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഒരു സംഖ്യയുടെ 58% 28% തമ്മിലുള്ള വ്യത്യാസം 45 എങ്കിൽ ആ സംഖ്യയുടെ 34% എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ 50, ഓപ്ഷൻ ബി 150, ഓപ്ഷൻ സി 51, ഓപ്ഷൻ ഡി 151. അപ്പോൾ ഒരു സംഖ്യയുടെ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ സംഖ്യ നമുക്ക് അറിയില്ല. അപ്പോൾ അറിയാത്ത സംഖ്യയ്ക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നത്? എക്സ് എന്നോ വൈ എന്നോ സെഡ് എന്നോ അങ്ങനെ എടുക്കുകയാണ് നമ്മൾ. അപ്പോൾ ആ സംഖ്യ നമുക്ക് അറിയാത്തത് കൊണ്ട് നമ്മൾ എക്സ് ആണ് ആ ഒരു സംഖ്യ എന്ന് എടുത്തു. അപ്പോൾ ആ സംഖ്യയുടെ 58% 28% തമ്മിലുള്ള വ്യത്യാസം 45 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് 58% എന്ന് പറയുമ്പോൾ എക്സിൻ്റെ 58% എങ്ങനെ എഴുതും? 58 ഡിവൈഡഡ് ബൈ 100. ഓക്കെ, 28% എങ്ങനെയാണ്? എക്സിൻ്റെ 28%, 28/100. ഇവ തമ്മിലുള്ള വ്യത്യാസം 45 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് വ്യത്യാസം എന്ന് പറയുമ്പോൾ ഇവ തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ മൈനസ് വരും. എക്സ് ഇൻറ്റു 28 ഡിവൈഡഡ് ബൈ 100. ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 45 തന്നിരിക്കുന്നത്. ഓക്കെ, ഇതിൽ നിന്നും നമ്മൾ ആദ്യം എക്സ് കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഇതിൽ രണ്ടിൽ കോമൺ ആയിട്ട് x/100 കോമൺ ആണ് അല്ലേ? ഇതിൽ കോമൺ ആണ്. അപ്പോൾ ബാക്കി 58 - 28 എന്ന് വരും, ഇസ് ഈക്വൽ ടു 45 ആണ്. അപ്പോൾ x/100 ഇൻറ്റു 58 - 28 എന്ന് പറയുന്നത് എത്രയാണ്? അതിൻ്റെ ഡിഫറൻസ് 30 ആണല്ലേ? അപ്പോൾ 45 എന്ന് എടുത്ത് എഴുതി. ഇവിടെ ക്യാൻസൽ ചെയ്യാനുള്ളത് നമ്മൾ ക്യാൻസൽ ചെയ്തു. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 45. ഈ 10 അങ്ങോട്ട് പോകുമ്പോൾ എന്തായിരിക്കും? മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇൻറ്റു 10 എന്ന് വരും. ഓൾ ഡിവൈഡഡ് ബൈ ഈ 3 ഇവിടെ ഇൻറ്റു ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അത് അപ്പുറത്തോട്ട് പോകുമ്പോൾ ഡിവിഷനായിട്ട് മാറും. ഡിവൈഡഡ് ബൈ 3. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 5 എന്ന് വരും, ഇസ് ഈക്വൽ ടു 150. അപ്പോൾ എക്സ്, അതായത് ആ സംഖ്യ എന്ന് പറയുന്നത് നമുക്ക് 150 എന്ന് കിട്ടി. നമുക്ക് കാണേണ്ടത് ആ സംഖ്യയുടെ 34% എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ സംഖ്യ അഥവാ ഈ 150ൻ്റെ 34% നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എത്രയാണ്? 150ൻ്റെ 34% നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? 150ൻ്റെ 34% നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പോൾ 34/100 ഇസ് ഈക്വൽ ടു, ഇതിൽ ക്യാൻസൽ ചെയ്യാനുള്ളത് ക്യാൻസൽ ചെയ്യാണ്. 10ൽ 5 2 തവണ പോവും, 15ൽ 5 3 തവണ പോവും. വീണ്ടും ഈ 2 34ൽ പോവും ഇല്ലേ? 17 തവണ പോവും. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7 3 21, ബാക്കി 2 ഉണ്ട്, 1 3 3, 3ഉം 2ഉം 5. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ.